Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ 16ാമത്തെ അഡ്വൈസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 24/9/2025 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 88 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. അത് 59 ഫ്രഷും 29 NGD, അങ്ങനെ ടോട്ടൽ 88 അഡ്വൈസ് ആണ് വന്നിരിക്കുന്നത്. അഡ്വൈസ് ഡേറ്റ് 23/9/2025 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഡ്വൈസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്നത് MR നമ്പർ 5311 OCയിലാണ് ലാസ്റ്റിൽ അഡ്വൈസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത അഡ്വൈസ് പോകുന്ന ഏതാണ്? MR നമ്പർ 5312 BC ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ്. ഒരു 61 POC പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ഫീമെയിൽ ഉണ്ട്. അത് OCയിൽ 1966, 1968, 1993, 1994, 1995, 1999, 2001, 2002, 2003, 2004 എന്നീ OC ടേണുകൾ POC ആണ്. OBCയിൽ 2 എണ്ണം 1978, 1981. പിന്നെ EBTയിൽ 1969, 1970, 1971, 1972, 1975, 1979, 1986, 1987, 1989, 1991, 96, 1997, 2006. EWSൽ 1998 ഒരെണ്ണം POC ആണ്. STയിൽ കുറച്ചധികം ഉണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 65, 68, 71, 72, 74, 75. പിന്നെ SIUCയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് 21, 22, 23, 24, 25, 26. അപ്പൊ ഇത്രയും 61 എണ്ണം POC ആണ്. അപ്പോൾ അടുത്ത അഡ്വൈസ് വരുമ്പോൾ ഇവരുടെ ടൈം വരുമ്പോൾ അതങ്ങനെ ഫീമെയിൽസിന് പോകുന്ന പോസ്റ്റ് ആണെങ്കിൽ അവർക്ക് അഡ്വൈസ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമുക്ക് OC-BC പൊസിഷൻ നോക്കുമ്പോൾ OCയിൽ ഇപ്പോഴും അഡ്വൈസ് പോയി ടോട്ടൽ നിൽക്കുന്നത് 569 എണ്ണമാണ് OCയിൽ നിന്ന് പോയിരിക്കുന്നത്. EWS 143, BC 712. അപ്പം OCയും BCയും 712 തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ ടോട്ടൽ 2426 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. NGD 958 ഉണ്ട്. ഓക്കെ, 2426 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. OCയിൽ മെയിൽ 2007 വരെ പോയിട്ടുണ്ട്. ഫീമെയിൽ 1961. EWS മെയിൽ 2016, ഫീമെയിൽ 1983. EBT OCയിൽ നിന്നാണ് മെയിലും ഫീമെയിലും പോയിരിക്കുന്നത്. SC സപ്ലിമെന്റ് ലിസ്റ്റ് 74 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 77 ഫീമെയിൽ. ST സപ്ലിമെന്റ് ലിസ്റ്റ് 118 മെയിൽ, 77 ഫീമെയിൽ. മുസ്ലിം 3543 മെയിൽ, 3575 ഫീമെയിൽ. ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 76 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 63 ഫീമെയിൽ. OBC 1973 മെയിൽ, 1962 ഫീമെയിൽ. വിശ്വകർമ്മ 2158 മെയിൽ, 2203 ഫീമെയിൽ. SIUC നാടാര് സപ്ലിമെന്റ് ലിസ്റ്റ് 27 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 18 ഫീമെയിൽ. SSCCC സപ്ലിമെന്റ് ലിസ്റ്റ് 41 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 39 ഫീമെയിൽ. ധീവര 3615 മെയിൽ, 3501 ഫീമെയിൽ. ഹിന്ദു നാടാര് 3693 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 2 ഫീമെയിൽ. DL LV 25 റാങ്ക് പോയിട്ടുണ്ട്. HI എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP 37ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് പോയിരിക്കുന്നത്. ഓരോ കാസ്റ്റിന്റെയും BCയും OCയും ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് എത്ര വേക്കൻസിയും കൂടെ അധികമുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോഴേ ലാസ്റ്റിൽ അഡ്വൈസ് നിർത്തിയിരിക്കുന്നത് 11/8/2025 വരെയുള്ള വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 26 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ ബോർഡിലാണ് നോക്കുമ്പോൾ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്ക് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 2 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 15 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ബെബ്കോയിൽ 6 NGD വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി 2 എണ്ണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1/1/2026 അത് എപ്പോഴും മെച്ചൂർ ആവത്തില്ല. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 3 NGD വേക്കൻസി ഉണ്ട്. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 1 NGD വേക്കൻസി ഉണ്ട്. അങ്ങനെ ഇങ്ങനെ 26 വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഓക്കെ, ബാക്കിയുടെ വേക്കൻസിയൊക്കെ റിപ്പോർട്ട് ആവുന്നത് ചേർത്തതായിട്ട് അടുത്ത മാസം ആയിരിക്കും അഡ്വൈസ് വരുന്നത്. ചിലപ്പം ഈ 26 എണ്ണത്തിന് തന്നെ ഉടനെ തന്നെ അഡ്വൈസ് വരാൻ അടുത്ത മാസം ആദ്യം തന്നെ അഡ്വൈസ് വരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും 16ാമത്തെ അഡ്വൈസ് വന്ന എല്ലാവർക്കും ആശംസകൾ. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമുക്ക് വേക്കൻസിക്ക് നമുക്ക് ഡെമോ ഇട്ട് നോക്കിയാലും പ്രശ്നമാണ്. കാരണം ബെബ്കോയിൽ ഒരു 6 NGD വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 3 NGD ഉണ്ട്. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 1 NGD വേക്കൻസി ഉണ്ട്. അപ്പൊ ഇത്രയും NGD വേക്കൻസി നിലവിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് കുറച്ചേ ഉള്ളൂ. ഫ്രഷ് 17 വേക്കൻസിയോളം മാത്രമേ ഫ്രഷ് ഉള്ളൂ. അപ്പൊ നമുക്ക് 17 വേക്കൻസി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.